വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. രസമുണ്ടോ പുതിയ ഡ്രസ്സ്? ഉമ്മ പറയണ വണ്ടിക്കകത്തില്ല ഞാൻ വണ്ടിയുടെ അകത്ത് ചിക്കൻ വെച്ചിരുന്നു. കഴിവിയതാണോ? അതെ. പച്ചമുന്തിരിയാണ്. നമുക്ക് അറിയപ്പെടുന്ന ആറിയ. ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രിൽ ചിക്കൻ വിത്ത് ബാർബിക്യൂ മസാല ആണ്. സോ അതിനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിങ്ങനെ കോഴിയെ അടുപ്പിൽ ചെയ്യണം, മാരിനേറ്റ് ചെയ്യണം. അതിന് മുമ്പ് ആദ്യം കഴുകണം. അതിന് മുമ്പ് നമ്മൾ കഴുകണം. കഴുകുന്ന നിയാസ് കാണിക്കാൻ. ഞാൻ മസാല വരട്ടേ ഉള്ളൂ. ഇത് നിയാസും മീനും കൂടെ വലിയാപ്പിയും കൂടെ ഇതിൽ വന്ന സമയത്ത് ഇവര് സൈലൻസർ തൂക്കിയിട്ട് ഇന്നിടാനുള്ള ഡ്രസ്സാണ്. ഇതിൽ 2 ഓട്ടയാണ്. ഇത്രയും ബുദ്ധി മോശം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. വേറൊരു ഫാമിലി ആരാണ്? അയ്യോ, ഇതാണ് ഗൈസ്. ഞാനല്ല ഗൈസ്. എൻ്റെ അടുത്ത് ഒരു വാക്കുപോലും ചോദിക്കാതെ എൻ്റെ വണ്ടിയുടെ വാങ്ങിൽ ചെയ്തത് ഇപ്പോഴാണ്. ഫേസിൽ എക്സ്പ്രഷൻ മാറി. പ്രസ്ഥാന വേഗം ഒട്ട് കാര്യങ്ങളൊക്കെ. നമ്മുടെ 7:51 നമ്മൾ ഇനിയാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി 2 പേരും കൂടെ വരാനുണ്ട്. ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചെന്ന് പറയേ ഇല്ല. എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ആരോഗ്യമില്ല. കൊണ്ട് കേറുന്നേ എന്നെ മൃദുലമായ കൈകൾ പറ്റത്തില്ല. എല്ലാരും കല്ലെടുക്കണം, എന്നാലും ഡ്യൂട്ടി ചെയ്യും. അല്ല, ചുമ്മാ ഇരുന്ന് ഞണ്ണാൻ പറ്റത്തില്ല. ആ കല്ലുണ്ടല്ലോ 3 കല്ലെടുക്കുന്നവർക്കേ ഉള്ള ചിക്കൻ ജോലിയിൽ പങ്കെടുക്കണം. അതിലെ പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത് 3 കല്ല് തുടങ്ങുന്നു. അതൊരു കുഴപ്പമില്ല. അല്ല, അത് സ്കൂട്ടി. നീ പോയ എനിക്കൊരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 ബെഞ്ചിലായിട്ട് 6 പേരെയാണ്. ഇത്രയും കൊക്ക് കോളാം. അവൻ ഹാപ്പി ഫിസ് മേടിച്ചായിരുന്നു. ഇതെന്ത് തിരിച്ചുകൊണ്ടുപോയിട്ട് സാറ് തിരിച്ചുകൊണ്ടുവന്ന ഹാപ്പി ഫിസ് ആണ് അന്ന് വെച്ചാ പകുതി എടുത്തിട്ട് ബാക്കി എടുത്തു. ആരൊക്കെ? ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ? മിക്സ് ചെയ്യുന്ന ആളുടെ മുഖവും കൂടെ കാണിക്കും. നമ്മളിപ്പോ അല്ല അൽഫാം പീസ് നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അൽഫാമിന്റെ പൈസ എല്ലാം ഭയങ്കര വലുതായി. ഇത് നോക്കൂ, യൂസഫ് ഇവിടെ അതിവിദഗ്ധമായി, യൂസഫും നിയാസും ആരോമലൊരു കാണിയായി നിന്നുകൊണ്ട് അതിവിദഗ്ധമായ ഹോമകുണ്ടം തയ്യാറാക്കിയിരിക്കുന്നു. ഇതിലോട്ടിപ്പോൾ യൂസഫിൻ്റെ ചിരട്ട ഇടുന്നു. യൂസഫിൻ്റെ ചിരട്ടയോ? തീ അണയുന്നു. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ അടുപ്പ് കൂട്ടുന്നത്. ഈ തീ അണയുമോ? ഈ കൽക്കരി കത്തുമോ? ഇന്ന് എല്ലാവർക്കും ചിക്കൻ കിട്ടുമോ? കാത്തിരുന്ന് കാണുക. നോക്കൂ, നമ്മളങ്ങനെ ആദ്യത്തെ 4 പീസ് ചിക്കൻ ഇവിടെ കയറ്റിയിരുന്നു. പക്ഷെ ഇതൊരു ഫുൾ പീസായിട്ടല്ലായിരുന്നു കയറ്റേണ്ടത്, ചാർക്കോൾ പോലെ. ഇതെന്താ പരീക്ഷണാർത്ഥമാണോ ഇത് കയറ്റിയത്? മെയിൻ കോർഡിനേറ്റർ നിയാസും ഓക്കെ, മെയിൻ കോർഡിനേറ്റേഴ്സ് ആയ നിയാസും യൂസഫ് ഇവിടെ ലഭ്യമാണ്. ഇവരോട് നമുക്ക് ചോദിക്കാം. റോൾ എന്താണ്? ഞാൻ ഇത് പ്രൊഡ്യൂസർ യൂസഫിൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് ഒരു ഒറ്റ പീസ് വെക്കാതെ ഇങ്ങനെ 4 പീസായിട്ട് വെക്കാനുള്ള കാരണം? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ ചാർക്കോള് എനിക്കറിയില്ല.
ഫർസാൻ അടുത്ത് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കളയിലെ കോർഡിനേഷൻ ഇത്രയും ഫെയിലിയർ ആയി പോയത്? ചിക്കൻ കഴുകണമെന്ന് ചോദിക്കുന്നു, ചിക്കൻ മസാല ബിക്കോസ് എന്റെ വീട്ടുകാർക്ക് വേറെ ഒന്നുമില്ല, അതായത് നമ്മള് ഹൈറ്റ് ഇത്തിരി കൂടി പോയെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് സാധനം ചൂട് പിടിക്കുന്നില്ലേ? ചൂട് അപ്പൊ ഇതിന്റെ പ്രശ്നമാണല്ലേ, ഇവരുടെ പ്രശ്നമാണല്ലേ? ഇല്ല, ചൂട് നല്ല ചൂട് പിടിക്കുന്നു എല്ലാ കറക്റ്റാ. നിയാസിന് ഇപ്പൊ ഈ ഗ്രില്ലിംഗ് സെറ്റപ്പിനോട് പറ്റി പറയാനുള്ള നമുക്കുള്ള സൗകര്യങ്ങൾ വെച്ചല്ലേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വന്നവരാണ്, അപ്പൊ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ചെയ്യുന്നതിന്റെ പെർഫെക്ഷൻ. നമുക്ക് ആരോമലിനെ പറ്റി ചോദിക്കും. ആരോമലിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ്? ഈ ഒരു പരിപാടി വിജയമാകുമോ അതോ അത് ഒരു പരാജയമായി ഇതിൽ മുങ്ങി താഴും? ഫെയിലിയർ ആകുമെന്നാണ് എല്ലാവരും വയറില് തോർത്ത് കെട്ടി ഉറങ്ങേണ്ടി വരുമോ? മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുമോ? മിക്കവാറും നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റതിൽ വെക്കേണ്ടി വരും. കാത്തിരുന്ന് കാണാം എന്താവും ഇതിന്റെ വിധി. അടുത്ത ഒരു 4 പീസ് ചിക്കൻ കൂടെ ഇപ്പൊ ഇതിന്റെ അകത്തോടെ കയറ്റിയിട്ടുണ്ട്. നോക്ക് ഗൈസ്, ഇത്ര ഉള്ളൂ. 2 ബ്രസ്റ്റും 4 പീസ് തൈസും ആണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ 8 പീസിന്റെ വിധിയാണ് ഇനി അറിയേണ്ടത്. പാതിരാത്രി ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കും. റൈഹാനെയാണ് ഈ തീക്ക്, റൈഹാൻ ഒരു ഭീഷണിയാണ്. ഏത് സമയവും റൈഹാൻ ഇവിടെ വെള്ളം ഒഴിച്ച് കാണിക്കും. റൈഹാൻ ഇപ്പം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. റൈഹാൻ്റെ ഒരു മൈന്യൂട്ട് എക്സ്പെറൻഷൻസ് ആണ് റൈഹാൻ തരുന്നത്. റൈഹാന് ടാർഗറ്റ് ഉണ്ട്, ഇത്രയും ചെടികൾ ഒരു ദിവസം വെള്ളം ഒഴിക്കുക എന്നുള്ളത്. മറ്റേ IPL ഡോൾ ബാൾ വരുമ്പോൾ റൈഹാൻ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കും. അത് ഇവന് വേണ്ടിയാണെന്ന് കേട്ടോ. ഇപ്പൊ ഏറ്റവും 2 കഴകൾ, ഒന്നിനും ഒരു ഉപയോഗം ഇല്ലാത്ത വേറെ 2 കുണച്ച പാട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളം സെക്കൻഡ്. എല്ലാ കൽക്കരിയും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് കത്തണം. 6 കിലോ ചിക്കൻ ഇനി ഇതിൻ്റെ അകത്ത് കത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ എണ്ണയുണ്ട്. യൂസഫ് ഈ പലയിടത്തുള്ള എല്ലാ ഉണക്ക ഓലയും പറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇപ്പോൾ കത്തിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ കത്തിക്കാനായിട്ട് ചൂട്ടൊന്നും ബാക്കിയില്ല. ഇനി തെങ്ങ് കയറി ഇടും യൂസഫ്. ഓൾറെഡി തെങ്ങിൽ ആളെ കയറ്റി. ഇതേ പറ്റുള്ളൂ, ഇവരെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. പിന്നെ ഉണ്ണാനായിട്ട് ചമ്മറം പടിഞ്ഞ് വന്ന് അവിടെ ഇരിക്കും. വേറെ ഒരു ഉപയോഗവും ഇല്ല. പിന്നെ 2 കൊക്കക്കോള കൊടുത്തപ്പോൾ അത് കുടിച്ച് ഫിറ്റായ പോലെ അഭിനയിച്ച് 5 മിനിറ്റ്. ഒരു അസ്തറ്റിക് ചെരുപ്പാണ്, പഴയ ഒരു സ്കൂൾ കാലഘട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സാധനമാണ്. ആ ഫർസാൻ അതാ ഒരു അതിഭയങ്കര ക്യാച്ച് നിയാസ്മേന്ന് എടുക്കാൻ പോവുകയാണ്. ഒരു കൊക്കക്കോള കുപ്പി. ഓ വാവ്, തോറിന്റെ ഹാമർ പിടിച്ചതുപോലെ ഫർസാനയുടെ അഴുക്ക ആറ്റിറ്റ്യൂഡ്. ഗൈസ് ഇങ്ങോട്ട് നോക്കി കളിക്കൂ. കരിഞ്ഞടാ. ഇതാണ് വേണ്ടത്, കരിയാണ്. അടിക്കട്ടാ കറക്റ്റ് ആയിട്ടാ. ഓക്കെ കരിഞ്ഞു പടങ്ങി, കരിഞ്ഞു പടങ്ങി. നിന്നെ കിട്ടുന്നില്ല. കരിഞ്ഞടാ. കൊള്ളത്തില്ലേ? കൊള്ളൂലേ? നല്ല എരിയുണ്ടല്ലോ. ചിക്കൻ ടേസ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഫസ്റ്റത്തെ സെറ്റ് ഇവിടെ കഴിഞ്ഞ് യൂസഫ് ടെസ്റ്റ് എങ്ങനെയുണ്ട് യൂസഫ്? 10 മണ്ണുള്ള
മണ്ണുള്ള അടുത്ത് തന്നെ അവള്. ഇല്ല ഇല്ല ഇല്ല, ഇതെന്റെ മസാല വേവാത്തോണ്ടാ അങ്ങനെ കിടക്കുന്നത്. എല്ലാം മണ്ണുള്ളത്. ഏത് പീസ് കഴിച്ചാലും ഈ സെയിം ടേസ്റ്റ് തന്നെ. എങ്ങനെ ഉണ്ടെന്നാലും ടേസ്റ്റ് എരിയില്ലേ? എല്ലാം കറക്റ്റാ. മസാല കുറച്ചും കൂടി. ഏതായാലും എടുത്തിട്ടും കേട്ടാ. ആരോമണി ആക്റ്റീവായി കേട്ടാ. ആരോമണി മോഹൻലാൽ കളിയാ നീ കളിയാ കളിയാ. പോടാ കടന്ന് ഈ ലോക്കൽ ഡാൻസർ ഞാൻ കളിക്കത്തില്ല. ചേട്ടാ ആരോമണി സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിട്ടാ. എല്ലാ കോഴിയെല്ലാം പോയോ കേട്ടോ. എവിടെ പോണ്ടാ യൂസഫ്? എവിടെ പോണ? ഇനി വെള്ളം ഉണ്ടോ? ഇനി വെള്ളമല്ലല്ലോ, കൈ കഴുകാനുള്ള. നിർത്തിയാടാ. ഇല്ല നമുക്ക് ഒഴിക്കാം. ബാഗ് പിടിച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഒഴിക്കണത് വെള്ളം തീർന്നു പോകും. സോറി, നമുക്ക് അതിന്റെ ആൽക്കഹോളിക് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമുക്കെല്ലാം ചെറുതായിട്ടാ ഫീൽ ചെയ്യും. അവള് കരയുന്നതെന്ന് വെച്ചാൽ അവളെ മനസ്സിൽ ചെറുതായിട്ടാണ് കരയുന്നത്. വീഡിയോ പ്രൈവറ്റ് ആകാം കേട്ടാ. ഞങ്ങൾ കുറച്ച് സംസാരിച്ചോട്ടെ. എന്ത് സംസാരിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോവോ? കേക്കു തുൽശോ സമാധാനിപ്പിക്കും. ഡാൻസ് കളിക്കാം. ഫർസാന കളിച്ചോളും, നിങ്ങൾ അത് നിർബന്ധിക്കണ്ട. കപ്പിത്താനെ പോലെ എന്തിനാ അടിക്കുന്നത് നീ? ഇത് സംഭവം ഇത് വെള്ളം അടിച്ചിട്ടുണ്ടോ കേട്ടോ. ഹലോ, വെള്ളം ഉണ്ടോ? ആ, വെള്ളം ഉണ്ടോ? വെള്ളം കിട്ടി. ടാങ്കി ചാടല്ലേ പൊക്കേടെങ്കിലേ എന്റെ വീട്ടുകാർ പറയും യൂസഫിന് വെളിയിറക്കാൻ പാടില്ല. യൂസഫിന് വെളിയിറക്കണ്ട കേട്ടോ. ഇനി യൂസഫിന്റെ മുകളിൽ തന്നെ. ഗൈസ്, നമ്മൾ ഈ കുപ്പി എങ്ങനെ എടുക്കണമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി. ഒരിക്കലും നമ്മൾ ഫിറ്റ് ആണെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. എടാ, ഇതിന്റെ മൂടിയുടെ ക്യാപ്പ് എവിടെ? എടാ, ഇത് അടയ്ക്കാനുള്ള സെറ്റായി. നമ്മൾ സന്തോഷത്തിന് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി കേട്ടോ. ദൂഷ പണ്ടത്തെ ഗൾഫിൽ പോയിട്ട് കളിക്കാൻ പറ്റാത്തതിന്റെ ആഗ്രഹം ഇപ്പൊ ചേർക്കുന്നത്. ദൂഷ കൊച്ചു പ്രായത്തിലെ ഗൾഫിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ എന്റെ പ്രകൃതിയായിട്ടൊന്ന് ഇണങ്ങട്ടെ. എന്നെയാണോ? നടക്കുന്ന കളിക്കണേ. സ്വപ്നം കൂടില്ല, നീ ഭാവനയല്ലേ വെള്ളത്തിൽ പോയത്? മീൻ വരിക്കാൻ പോണം. അല്ല, അവർ നല്ല ഡിസ്റ്റൻസ് ഉണ്ടോ? കളിക്കട്ടെ കളിക്കട്ടെ കളിക്കട്ടെ.